ഫങ്ഷൻസിൻ്റെ അവസാന ഭാഗമാണ് ആർഗ്യുമെൻ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ഇൻ ഫങ്ഷൻസും യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്നതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ആ യൂസർ ഡിഫൈൻ ഫങ്ഷനിൽ തന്നെ നമ്മൾ ആർഗ്യുമെൻ്റ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ഡെഫിനിഷൻസും മറ്റു കാര്യങ്ങളും അവിടെ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോയിലൂടെ ആർഗ്യുമെൻസും അതിൻ്റെ മറ്റ് ഫങ്ഷൻ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, ഫങ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ പ്രോഗ്രാം ചെയ്യാനുള്ളത്, ഇതൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എമൗണ്ട് ഇസിക്കൽ ടു PNR, പിയും എന്നും ആറിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ എമൗണ്ടിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഒരു സാധാരണ ഫങ്ഷൻ എഴുതുന്നത്, ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ എഴുതാൻ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ PNR എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫങ്ഷനിലേക്ക് ആവശ്യമായ വാല്യൂസ് ആണ് ഈ പിയും എന്നും ആറും. ആ വാല്യൂസിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് കൊടുക്കുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഇൻറ്റ് മെയിൻ എഴുതിയിട്ട് ഞാൻ ഒരു പ്രോഗ്രാമായിട്ടല്ല ഈ ഒരു സെക്ഷൻ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ പ്രോഗ്രാമായിട്ട് എഴുതുകയാണെങ്കിൽ ഇൻറ്റ് മെയിനൊക്കെ എഴുതി ഹാഷ് ഇൻക്ലൂഡ് IOStream ഒക്കെ എഴുതാനായിരുന്നു. ജസ്റ്റ് ഇത് പ്രോഗ്രാമിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 വാല്യൂസ് ആണ് പാസ് ചെയ്തത്. ഇവിടെ ഒരു പ്രത്യേകത നോക്കുക, ഇവിടെ വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് 1000, 3, 2. ഇത് ഫംഗ്ഷൻ കോൾ, ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ കോൾ കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു സെക്ഷനാണ്. അപ്പോൾ നോക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകും? നേരെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് പോകും. ഇവിടെ പിൻ്റെ വാല്യൂ ഇവിടുത്തെ 1000 ആയിരിക്കും അസൈൻ ചെയ്യാം. എന്നിൻ്റെ വാല്യൂ ആയിട്ട് 3 എടുക്കും, ആറിൻ്റെ വാല്യൂ ആയിട്ട് 2 എടുക്കും. അങ്ങനെയാണ് ഈ ഒരു PNR വർക്ക് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊടുത്തു, X, Y, Z ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. സെഡിന് 3.5 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്, Xും Yയും കൊടുത്തിട്ടില്ല. അത് നമ്മളോട് ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു. Xും Yനും വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. വീണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്ന മറ്റൊരു മെത്തേഡ് നോക്കുക, X, Y, Z എന്ന് പറയുന്നതാണ് ഇതിലെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും, വൈൻ്റെ വാല്യൂ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, സെഡിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 3.5 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 3 വാല്യൂ എവിടേക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. അവിടെ പിൻ്റെ വാല്യൂ ആയിട്ട് എക്സിൻ്റെ വാല്യൂ എടുക്കും, എന്നിൻ്റെ വാല്യൂ ആയിട്ട് വൈൻ്റെ വാല്യൂ എടുക്കും, സെഡായിട്ട് 3.5 എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം നമുക്ക്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതേതാണെന്നും നമുക്ക് നോക്കാം. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്നൊരു പേരും കൂടെ ആർഗ്യുമെൻറ്റ്സിന് പറയാറുണ്ട്. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ ദ മീൻസ് ടു പാസ് വാല്യൂ ഫ്രം കോളിംഗ് ഫംഗ്ഷൻ ടു കോൾഡ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതിനാണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു, നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ട്, അത് നോക്കുക. ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മളൊരു ചെറിയൊരു ഫാക്ടോറിയൽ കാണാനുള്ള ചെറിയൊരു പ്രോഗ്രാമായിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ്. അതിനകത്ത് NCR ആണ് കാണുന്നത്, ഫാക്ടോറിയൽ അല്ല, NCR ആണ് കണ്ടുപിടിക്കുന്നത്. ഫാക്ടോറിയൽ കണ്ടതിന് ശേഷം NCR കണ്ടുപിടിക്കാം. ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എഴുതി, യൂസിങ് നെയിം സ്പേസ് എഴുതി, ഇൻറ്റ് ഫാക്ട് ഇൻറ്റ്. ഇത് എന്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഫാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യമേ ഒരു ഇൻഫോർമേഷൻ കമ്പൈലറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോട്ടോടൈപ്പിൻ്റെ അകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നതിന് നമ്മളിവിടെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനെയാണ് ഡമ്മി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് കൊടുത്ത് നമ്മളിവിടെ പറഞ്ഞു. കാരണം ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി പ്രോഗ്രാം എഴുതി, മെയിൻ എഴുതി, പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് പോകും. NCR എന്ന് പറയുന്ന 3 വേരിയബിൾ എടുത്തു. എൻ്റർ ദ വാല്യൂ ഓഫ് N and R കൊടുത്തു. എന്നിനും ആറിനും വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. NCR കാണുക എന്ന് പറയുന്നത്
n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നുള്ള ഇക്വേഷനാണ് ഫാക്ടോറിയൽ കാണാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ n ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഫാക്ട് ഓഫ് n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കെന്നറിയാം ഇതിലെവിടെയോ എഴുതിയിട്ടുണ്ട്, ഈ പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ നേരെ എങ്ങോട്ട് പോകും? ഫാക്ട് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ടേക്ക് മാറും. ഇവിടെ വന്ന് എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ആ വാല്യൂ ഈ ക്യാപിറ്റൽ എന്നിൽ കൊടുക്കും. ഇതിൻ്റെ ഫംഗ്ഷൻ ഹെഡറിൽ അതുള്ള ഈ ഒരു സെക്ഷനിലേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്നിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. f = 1 ആയി, n > 0, n - 1 ആണോ നോക്കി ഈ f = f × n ഒക്കെ ചെയ്തു. നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഫാക്ടോറിയൽ കണ്ടുപിടിക്കൂടെ. ഇത് കഴിഞ്ഞിട്ട് റിട്ടേൺ എഫിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ആ റിട്ടേൺ ചെയ്ത വാല്യൂ ആണ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്യുക. വീണ്ടും നമ്മൾ ആർ എന്ന വാല്യൂ ഫാക്ട് ഓഫ് ആർ എന്നുള്ള വീണ്ടും വിളിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ആറിൻ്റെ വാല്യൂ കൊണ്ട് ഫാക്ടോറിയൽ വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിന് ആറിൻ്റെ വാല്യൂ കൊടുക്കും, അത് വീണ്ടും ചെയ്യും. വീണ്ടും നമ്മൾ പ്രോഗ്രാം തിരിച്ചിവിടേക്ക് എത്തും. ഫാക്ട് ഓഫ് n - r കാണും, അതും ഇവിടേക്ക് തിരിച്ച് വന്ന് ഇവിടുന്ന് ആ വാല്യൂസ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെ നമ്മൾ ഈ ഒരു ഇൻറ്റു ആണ് ചെയ്യുന്നത്. ഫാക്ട് ഓഫ് ആർ ഇൻറ്റു ഫാക്ട് ഓഫ് n - r ആണ്, അത് ചെയ്തു. ഇവിടെ ഫാക്ട് ഓഫ് n ബൈ ആണ് ഇട്ടിട്ടുള്ളത്, ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എന്തിലേക്ക് എത്തി? NCRലേക്ക് എത്തും. ഇനി ആ NCRൻ്റെ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും, റിട്ടേൺ 0. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആർഗ്യുമെൻറ്റ്സ് ഏതാണെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. n അറിയാം, r ആണ്. n - r എന്ന് പറയുന്ന ഇവിടെ ഉള്ളതാണ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ n എന്ന് പറയുന്നതും ആർഗ്യുമെൻറ്റ്സ് ആണ്. ഈ ആർഗ്യുമെൻറ്റ്സിനെ കോൾ ചെയ്യുന്ന ഈ ഒരു സെക്ഷനിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതുന്ന ആർഗ്യുമെൻറ്റ്സ് ഇത് രണ്ടും വ്യത്യാസമായിരിക്കും. കാരണം ഇവിടെ n ആണ് കൊടുത്തത്, ഇവിടെ ക്യാപിറ്റൽ N അല്ലേ വരുന്നത്. ആറിനുള്ള സമയത്തും ഇവിടെ n തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതുന്ന ഇത്തരം ആർഗ്യുമെൻറ്റ്സുകളെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന്. ഇവിടെ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് എഴുതിയത്, ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളതിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയുന്നു. Variable used in the function definition as argument are known as formal arguments. The constant variable or expression used in the function call are known as actual arguments. If the variable are used in function prototype, they are known as dummy arguments. Important ആണ്. ആർഗ്യുമെൻറ്റ്സിനെ രണ്ടായി തരംതിരിച്ചതാണ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ളതിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും, കോൺസ്റ്റൻറ്റോ വാരിയബിളോ ഓർ എക്സ്പ്രഷൻസോ ആയിട്ട് ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതിനെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ തന്നെ ഒരു ഡിഫോൾട്ടായിട്ട് വാല്യൂ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫംഗ്ഷൻ വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്, അത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ദ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് which allow the programmer to call a function with different number of arguments. അപ്പോൾ അതെന്താണ് ഈ ഒരു ഡെഫിനിഷൻ മീൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ടൈം സെക്കൻഡ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്കിത് മനസ്സിലാക്കുക. ഡീഫോൾട്ടായിട്ട് ആർഗ്യുമെൻറ്റ് എങ്ങനെ പാസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇൻറ്റ് h എന്ന് കൊടുത്തു, ഇൻറ്റ് m = 0 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് s = 0 എന്ന് കോമയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ h, m, s ആർ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഇത് കണ്ട് സെക്കൻഡ്സിലേക്ക് ആക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ വാല്യൂ സെക്കൻഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവൻ പ്രോഗ്രാംസ് ഒന്നുമില്ല, ജസ്റ്റ് ഫംഗ്ഷൻ ഡെഫിനിഷനും ഒരു ഫംഗ്ഷൻ കോളിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ ടൈം സെക്കൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ 3 രീതിയിലാണ് താഴെ കോൾ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയാണ് നോക്കുക. ഒരു S1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കോൾ ചെയ്യുന്ന രീതി നോക്കുക. ടൈം സെക്കൻഡ് 2, 10, 40 എന്ന വാല്യൂ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഈ 3 വാല്യൂസ് ഇവിടേക്ക് പാസ് ചെയ്യുന്നതാണ് അല്ലേ. ടൈം സെക്കൻഡ് കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരും. എച്ചിന് എന്തൊരു വാല്യൂ കൊടുക്കും? 2 എന്ന വാല്യൂ കൊടുക്കും. പക്ഷേ ഇവിടെ ഡീഫോൾട്ടായിട്ട് നമ്മൾ വാല്യൂ നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡീഫോൾട്ടായിട്ട് m = 0 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ പാസ് ചെയ്തപ്പോൾ 10 എന്നുള്ള വാല്യൂ പാസ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഈ 10 ആണ് എമ്മിലേക്ക് അസൈൻ ചെയ്യുക, 0 മാറിപ്പോവും. ഇനി 40 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എസിൻ്റെ വാല്യൂ 40 ആയി മാറും. അപ്പോൾ ഇവിടെ വാല്യൂസ് വരുന്നത് 2, 10, 40 എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യുക. ഇനി ഇതല്ലാതൊരു മെത്തേഡ് നോക്കുക.
താഴെ കൊടുത്തിരിക്കുന്നു ടൈം സെക്കൻഡ് 1,30 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിൽ 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഡെഫിനിഷൻ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എറർ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ടൈം സെക്കൻഡ് 1,30 എന്ന് കൊടുത്താൽ എറർ കാണിക്കില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ ഇവിടെ 1 എന്നുള്ളത് എച്ചിനെടുത്തു, 30 എന്നുള്ളത് എമ്മിനെടുത്തു. പക്ഷേ ഇവിടെ എസ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തുണ്ട്, 0 എന്ന് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എസിൻ്റെ വാല്യൂ 0 ആയിട്ട് ആക്സസ് ചെയ്തോളൂ. അഥവാ എസിന് വാല്യൂ കൊടുത്തിട്ടില്ല എങ്കിൽ എറർ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് ആർഗ്യുമെൻറ്റ്സിന് വേണമെങ്കിൽ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനീഷ്യലൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ താഴത്തെ നോക്കുക, ടൈം സെക്കൻഡ് 3 ഒറ്റ ഒന്നിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എച്ചിന് മാത്രം 3 എന്ന വാല്യൂ കിട്ടും, ബാക്കി രണ്ടെണ്ണത്തിന് ഡീഫോൾട്ടായിട്ട് വാല്യൂ അസൈൻ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനി മെത്തേഡ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. Based on method of passing arguments, the function calling methods can be classified as call by value method, call by reference method. നമുക്ക് അറിയാം വാല്യൂ പാസ് ചെയ്യുന്നത്, അതായത് ഒരു ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഫംഗ്ഷൻ കോളിങ്ങിൽ നിന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഫംഗ്ഷനിലേക്ക്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് വഴിയാണ്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് പാസിംഗ് ആർഗ്യുമെൻറ്റ്സ്, ആ വാല്യൂ പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ കോൾ ബൈ വാല്യൂ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പാസ് ബൈ വാല്യൂ മെത്തേഡ്. കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ. In this method, change made in the formal arguments do not reflect in actual arguments. അപ്പോൾ നമുക്ക് ഫോർമൽ എന്താണെന്നും ആക്ച്വൽ എന്താണെന്നും ഓർമ്മിച്ച് വെക്കണം. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിംഗിൽ ഉള്ളതാണ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉള്ളതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അതാണ്, അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരിക്കലും എവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് കടന്നു നോക്കാം. ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. വോയിഡ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. വോയിഡ് ചേഞ്ച്, അതിൻ്റെ അകത്ത് ഇൻറ്റ് n എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. n = n+1 ആണ്. സി ഔട്ട് n എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദ പാരാമീറ്റർ n ഹാസ് ഇറ്റ്സ് ഓൺ മെമ്മറി ലൊക്കേഷൻ ടു സ്റ്റോർ ദ വാല്യൂ 20 ഇൻ ചേഞ്ച്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൺട്രോൾ നമ്മൾ സാധാരണ പോലെ തന്നെ എടുക്കുക. ഈ എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസിന് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷൻ, ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ചോദിച്ചാലും ഇത് എഴുതാം, ആർഗ്യുമെൻറ്റ് വിത്ത് എക്സാമ്പിൾ ചോദിച്ചാലും ഇത് എഴുതാം. നമുക്കിനി ഫോർമൽ ആർഗ്യുമെൻറ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റും കാണിച്ചു കൊടുക്കേണ്ട ഒരു കേസിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ഇത് എഴുതാം. അപ്പോൾ ഈ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ്റെ അകത്തുള്ള ഇത്തരം കാര്യങ്ങളെ ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നുമില്ല, ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. n = n+1 ആക്കും, എന്നിനെ ഒന്ന് കൂട്ടും, അത് പ്രിൻറ്റ് ചെയ്യിക്കും. അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണിത്. വോയിഡ് മെയിൻ x = 20 എന്ന് കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആദ്യം 20 എന്ന് എടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് വോയിഡ് മെയിൻ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ വന്നു എക്സിൻ്റെ വാല്യൂ 20 ആയി. ചേഞ്ച് 20 അല്ലേ, ഇവിടെ 20 എന്നുള്ള വാല്യൂ ഇവിടെ നമുക്ക് പാസ് ചെയ്യാൻ കൊടുത്തു. അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എക്സ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് 20 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. ഇവിടെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് n ആണ്. n-ൻ്റെ അകത്തേക്ക് 20 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ n എന്ന് പറയുന്ന വേരിയബിളിനെ ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ n-ന് ഒരു മെമ്മറി സ്പേസ് ഉണ്ടാവും, അവിടെ പോയിട്ട് 20 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യും. ഇനി അതിൻ്റെ വാല്യൂ എന്തായി, ഉള്ളിലേക്ക് വന്നു 21 ആയി. അപ്പോൾ n-ൻ്റെ വാല്യൂ 21 ആയി. ഇവിടെ അത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, n-ൻ്റെ വാല്യൂ 21 എന്ന് പ്രിൻറ്റ് ചെയ്തു. പ്രോഗ്രാം കൺട്രോൾ തിരിച്ച് എവിടെ എത്തി, ഇവിടേക്ക് വന്നു, എക്സ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സിന് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 തന്നെയാണ്, ഇവിടെ 20 എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു മെത്തേഡിനെയാണ്, അതായത് ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ
ഫോർമൽ ആർഗ്യുമെൻസിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ നിന്ന് പാസ് ചെയ്ത ആക്ച്വൽ ആർഗ്യുമെൻസിനെ യാതൊരു വിധത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇവിടെ 20 തന്നെയാണ്, ഇവിടെയും നമുക്ക് ആൻസർ ആയിട്ട് 20 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഫംഗ്ഷൻ കോളിന് ശേഷവും 20 തന്നെയാണ് ആൻസർ. അപ്പോൾ ഇത്തരം മെത്തേഡിനെയാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കമ്പാരിസണിലേക്ക് ഒന്നുകൂടി കിടക്കാം. കോൾ ബൈ റെഫറൻസ് മെത്തേഡ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ എന്താണ് ചേഞ്ചസ് വരുന്നത്? സെയിം പ്രോഗ്രാം തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. എക്സാമ്പിളിനായിട്ട് വോയിഡ് ചേഞ്ച്, ഇവിടെ ചെറിയൊരു ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ഒരു ആംബസൈൻ ഇട്ടിട്ട് n ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് റെഫറൻസ് വേരിയബിൾ ആയിട്ടാണ് n-നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെത്തേഡിനെ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്നാണ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് എന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു അഡ്രസ് ഓഫ് n എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. n-ൻ്റെ അഡ്രസ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ അതേപോലെ തന്നെയാണ്. വീണ്ടും ഇവിടെ വന്നു, എക്സിൻ്റെ വാല്യൂ 20 ആയി. ചേഞ്ച് എക്സ്, അതായത് 20 എന്ന് പാസ് ചെയ്തു. ഇവിടെയുള്ള ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എക്സ് ആയിട്ട് എക്സിന് 20 എന്നുള്ള വാല്യൂ കൊടുക്കും. അതിവിടെ വന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ കേസിൽ n-ൻ്റെ മുകളിലേക്ക് അസൈൻ ചെയ്യുക, n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 20 അസൈൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ അഡ്രസ് ഓഫ് n എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് മെമ്മറിയിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അവിടേക്ക്, അതായത് അഡ്രസ് ഓഫ് n എന്ന് പറയുന്നത്, n എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു മെമ്മറി സ്പേസ് എടുക്കാതെ അത് എവിടേക്ക് റെഫർ ചെയ്യുക? എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ആ ഒരു മെമ്മറി സ്പേസിലേക്ക് നമ്മളെ പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ n-ന് പ്രത്യേകിച്ച് ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്നില്ല. പകരം അഡ്രസ് ഓഫ് n എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മീൻ ചെയ്യുന്നത് എക്സ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് അതിനെ പോയിന്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 20 ആണ് ഉള്ളത്. അവിടെ ആ 20 വന്നു. ആ 20 എന്ത് ചെയ്തു? ഇൻക്രിമെൻറ്റ് ചെയ്തു, 21 ആയി. ഇവിടെ 21 പ്രിൻറ്റ് ചെയ്തു. നമുക്ക് n-ൻ്റെ വാല്യൂ 21 തന്നെ പ്രിൻറ്റ് ചെയ്തു. ഇനി പ്രോഗ്രാം കൺട്രോൾ തിരിച്ച് ഇവിടെ എത്തി. ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ n-ൻ്റെ വാല്യൂവിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് എവിടെയാണ് കൊണ്ടുപോയി വരുന്ന അഡ്രസ്സ്, അത് റെഫറൻസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. ദ പാരാമീറ്റർ n ഈസ് റെഫറൻസ് വേരിയബിൾ ആൻഡ് ദർ ഈസ് നോ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേറ്റഡ് ഫോർ ഇറ്റ്. അതിന് പ്രത്യേകിച്ചൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. പകരം എക്സിൻ്റെ മെമ്മറി സ്പേസിലേക്കാണ് അത് അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ n 21 ആയിട്ടുണ്ടെങ്കിൽ അതെവിടെ മാറും? എക്സിൻ്റെ വാല്യൂ ഉള്ള സ്ഥലത്ത് 21 ആയി മാറി. ഇനി നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ വരും, എക്സ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. നേരത്തെ കേസിലാകുമ്പോൾ 20 തന്നെയായിരുന്നു പ്രിൻറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ n-ൽ വരുന്ന മാറ്റം എവിടെയും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും? ഈ എക്സിലും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 21 ആയിട്ട് മാറി. ഇതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രത്യേകതയുള്ളത്. റെഫറൻസ് വേരിയബിൾ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ അഡ്രസ് ഓഫ് n-നെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ആണ് കോൾ ബൈ റെഫറൻസ് ആൻഡ് കോൾ ബൈ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ പഠിക്കാനുണ്ട്. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ വാല്യൂവിൽ ഓർഡിനറി വേരിയബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് വേരിയബിൾ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തത്. നമ്മളിപ്പോൾ കണ്ടല്ലോ, റെഫറൻസ് വേരിയബിൾ ആണ്, ആൻഡ് എന്നുള്ള സിമ്പിൾ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ കോൺസ്റ്റൻറ്റ് വാരിയബിൾ ഓർ എക്സ്പ്രഷൻ എന്തും ആവാം. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഒരു വാല്യൂ കൊടുക്കാം, വാരിയബിൾസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആയിട്ടും കൊടുക്കാം. പക്ഷേ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വാരിയബിൾ മാത്രമേ എന്ത് കൊടുക്കാൻ പറ്റൂ? റെഫറൻസ് വാരിയബിളിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ റെഫറൻസ് ചെയ്യുന്ന പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സിലേക്ക് ആ റെഫറൻസ് വാരിയബിൾ ആയിട്ട് കൊടുക്കുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഫറൻസ് ചെയ്യപ്പെടുന്നത്. ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. പക്ഷേ ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. നമുക്കറിയാം റെഫറൻസ് ആയതുകൊണ്ട് രണ്ടിലും വ്യത്യാസം വരും. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഇപ്പോൾ എക്സും എന്നും ആയിരുന്ന സമയത്ത് n-ന് പ്രത്യേകം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സുമായിട്ട് അത് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പാരിസൺ പഠിച്ചു വയ്ക്കുക. ഇതിലുള്ള ഏറ്റവും അവസാനത്തെ ഭാഗമാണ് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വാരിയബിൾ ആൻഡ് ഫങ്ഷൻ. സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പ്രോഗ്രാം നോക്കുക. അതിനുശേഷം നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാം
നമുക്ക് ഇൻറ്റ് ക്യൂബ് കൊടുത്തിട്ടുണ്ട്. ക്യൂബിൻ്റെ CB കാണാൻ വേണ്ടി n ക്യൂബ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിന് കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റ് CB കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രോഗ്രാമിലേക്ക് തന്നെ വരാം. മെയിനിലേക്ക് വന്നു. എക്സ് എന്ന് പറയുന്ന ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒരു നമ്പർ എക്സിലേക്ക് വാല്യൂ കൊടുത്തു. ക്യൂബ് എക്സ് എന്ന് കൊടുത്തു. എക്സിന് വാല്യൂ കിട്ടി അല്ലേ? ഇവിടെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അത് നേരെ ഇവിടേക്ക് വരും, എന്നിന് കൊടുക്കും. ഇവിടെ വന്നു CB എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സ് പാസ് ടു വാരിയബിൾ n. ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്ന വാരിയബിൾ വർക്ക് ചെയ്യില്ല, കാരണം ഇത് എററായിട്ടാണ് കാണിക്കുക. കാരണം എന്താ? ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ അകത്തല്ല ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് CB മാത്രമല്ലേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ n ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, CB ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? മെയിനിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സിന് ഇവിടെ സ്കോപ്പ് ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ഇവിടെ എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. CB വർക്ക് ചെയ്യും, തിരിച്ചിവിടേക്ക് വരും. ഇവിടെ വന്ന് നമുക്കപ്പോൾ എറർ വന്നുകൊണ്ട് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പാക്കാം. പക്ഷേ ഇവിടെ തിരിച്ചു വരിക. ഇവിടെ നോക്കുക, റിസൾട്ട് കൊടുത്തു. റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും, പ്രയാസമില്ല. റിസൾട്ട് ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ വീണ്ടും ഞാനൊരു CB എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു. ഇതും എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. കാരണം എന്താ? ഈ CB എന്ന് പറയുന്നത് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് CBക്ക് സ്കോപ്പ് ഉള്ളത്. അത് ഈ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് CB കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കില്ല. ഇതും ഇവിടെയും എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ വേരിയബിളിനും അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയാലും അതിന് ഓരോ സ്ഥലത്തും എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ മാത്രമേ അതിന് സ്കോപ്പ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഡെഫിനിഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത് അവിടെ അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കുള്ളൂ. വേരിയബിൾ കനോട്ട് ബി യൂസ്ഡ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ. നമുക്ക് ഫംഗ്ഷൻ്റെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ലോക്കൽ സ്കോപ്പ് എന്ന്. ദ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി പ്ലേസ് ഇൻ ദ പ്രോഗ്രാം. എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സ്കോപ്പ് മാത്രമാണ് നോക്കിയത്. എന്താണ് ലോക്കൽ സ്കോപ്പ്, എന്താണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി പ്ലേസ് ഇൻ ദ പ്രോഗ്രാം ആണ് ഗ്ലോബൽ സ്കോപ്പ്. അപ്പോൾ അതൊന്ന് പ്രോഗ്രാമിലേക്ക് ഒന്ന് കടന്നു നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു പ്രോഗ്രാം എഴുതിയതാണ്. IOStream ആണ്. യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് CB എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ പുറത്താണ് CBയെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാരിയബിൾ അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാരിയബിളിനെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക, ഇങ്ങനെ പുറത്ത് ഒന്നിച്ച് ഡിക്ലെയർ ചെയ്യുന്നതിനെ. ഇനി ഒരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാം? എവിടെ വേണമെങ്കിലും അതും ഒരു ഗ്ലോബലായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നോക്കുക, ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഇതിൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ ടെസ്റ്റിനകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ക്യൂബിനെ കോൾ ചെയ്യുന്നുണ്ട്. cout CB പറഞ്ഞിട്ടുണ്ട്. CB എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഈ പ്രോഗ്രാമിൽ എവിടെയും യൂസ് ചെയ്യാം, കാരണം അതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. CB ഇവിടെ യൂസ് ചെയ്തു. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് x=5 എന്ന് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് കൊടുത്തു. x=5 എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയാണ്? ഈ മെയിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് കാരണം ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ടെസ്റ്റ് എന്ന് കൊടുത്തു. വാലിഡ് കോൾ സിൻസ് ടെസ്റ്റ് ഈസ് എ ഗ്ലോബൽ ഫംഗ്ഷൻ. കാരണം എന്താ? ടെസ്റ്റിനെ ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് എവിടെ വേണമെങ്കിലും വിളിക്കാം. ഈ CB ക്യൂബ് എക്സ് എന്ന് കൊടുത്തു. ഈ ക്യൂബ് എക്സ് എന്നുള്ള വിളിക്കാൻ പറ്റില്ല, കാരണം ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിലാണ്. പുറത്ത് ഇവിടെയാണ്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബ് ഇൻവാലിഡ് കോളാണ്. അപ്പോൾ cout CB കൊടുത്തു. CB പ്രശ്നമില്ല, CB ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. വീണ്ടും ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് പോവാം. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നോക്കുക. വാല്യൂസ് ലോക്കൽ വേരിയബിൾ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതും ലോക്കലാണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു തെറ്റായ രീതിയിലും ശരിയായ രീതിയിലൊക്കെ എഴുതാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. The function which is declared inside the function body of another function is called local function as it is used within the function only. നമുക്കൊരു ഫംഗ്ഷൻ ഉള്ളിൽ മാത്രം ഡിക്ലെയർ ചെയ്തതിനെയാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് എനി അതർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ ആണ്, കാരണം എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ബോഡി, ഫംഗ്ഷൻ ബോഡിയുടെ പുറത്ത്
any other function called global function. A global function can used throughout the program. എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ലോക്കൽ വേരിയബിൾ എന്താണെന്നും ഗ്ലോബൽ വേരിയബിൾ എന്താണെന്നും ലോക്കൽ ഫംഗ്ഷൻ എന്താണെന്നും ഗ്ലോബൽ ഫംഗ്ഷൻ എന്താണെന്നും ഒന്നും കൂടി ഡിക്ലെയർ ചെയ്ത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇതിൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡിക്ലറേഷൻ വിത്തിൻ ദ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിക്ലെയർ വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അവൈലബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. അത് എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ മാത്രമാണ് അവൈലബിൾ ആകുന്നത്. അത് തന്നെയാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ മാത്രമാണ് അതിനെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ഫ്രീഡ് വെൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് കംപ്ലീറ്റഡ്. ഇപ്പോൾ എവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു സ്ഥലത്ത് അത് ഫ്രീ ആയി വിട്ടുകൊള്ളും. ഗ്ലോബൽ വേരിയബിൾ അല്ലെങ്കിൽ ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഡിക്ലെയർ ഔട്ട്സൈഡ് ഓൾ അതർ ഫംഗ്ഷൻ ആണ് ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെയിം ഡെഫിനിഷൻ തന്നെയാണ് രണ്ടിനും പറയുന്നത്. പിന്നെ അക്സസിബിൾ ബൈ ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഗ്ലോബലായിട്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്ലോബലായിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും അവൈലബിൾ ടു ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. എല്ലാ ഫംഗ്ഷൻസ് അതിൻ്റെ അകത്തും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡെഫിനിഷൻസും പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.